ആനമരത്തിന്റെ ഈ വിത്ത് ചെറുപ്പം മുതലേ കലിപ്പനായിരുന്നു. ഒരിക്കലൊരു പൂമ്പാറ്റ അതിന്റെ മേലെ വന്നിരുന്നതോടെ കലി മൂത്തു വിറച്ചു. ശരീരം മുഴുവൻ ഇളകിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് അടുത്തുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടത്. അതിന് വളരാൻ പറ്റിയ ഇടമാണെന്ന് കരുതി എല്ലാ ബന്ധങ്ങളും പൊട്ടിച്ച് അവിടെ ചെന്ന് സ്വയം പാകി. ഒരു വർഷത്തിന് ശേഷം അത് മുളച്ചു വന്നു. അപ്പോഴും പഴയ കലിപ്പൻ തന്നെയായിരുന്നു. ഒരു ചെറിയ കീടം മുളയിൽ വന്നിരുന്നതും അതിനെ തട്ടിക്കളഞ്ഞു. സൂര്യപ്രകാശം കിട്ടിയതോടെ വേഗം വളരാൻ തുടങ്ങി. വളർന്നപ്പോ അടുത്തുണ്ടായിരുന്ന വലിയ മരം പോലും സൂര്യനെ മറയ്ക്കുകയാണെന്ന് കരുതി ഭീഷണിപ്പെടുത്തി. പിന്നീട് വെള്ളവും പോഷകങ്ങളും മുഴുവൻ വലിച്ചെടുത്ത് നദി തന്നെ വറ്റിച്ചു. അതിലുണ്ടായിരുന്ന തവളകളും മീനുകളും എല്ലാം ചത്തുപോയി. ഒരു കാക്ക തലയിൽ വന്നിരുന്നപ്പോ കലിപ്പ് കാട്ടി ഓടിച്ചു വിട്ടു. ഒടുവിൽ ആ മരത്തിന്റെ ചുറ്റും മറ്റൊരു വലിയ മരം ഉണ്ടായിരുന്നില്ല. അവിടെ താനാണ് രാജാവ് എന്ന് വിചാരിച്ച് ആനമരം അഭിമാനിച്ചു. പക്ഷെ അടുത്ത ദിവസം നൂറ്റാണ്ടിൽ ഒരിക്കലും മാത്രം വീശുന്ന ഒരു കൊടുങ്കാറ്റ് വീശി. പക്ഷെ അടുത്തൊന്നും ഒരൊറ്റ വലിയ മരവും ഇല്ലാത്തത് കൊണ്ട് ആനമരം ആടിത്തുടങ്ങി. അന്നേരമാണ് ഒരു കാക്ക മരത്തിന്റെ വേരിന്റെ മേലെ വന്നിരുന്നത്. അന്നേരം കലിമൂത്ത് കാക്കയോടും കലിപ്പ് കാട്ടി അവസാനത്തെ വേരും പൊട്ടി ആനമരം ചെരിഞ്ഞു.